2 ദിനവൃത്താന്തം അധ്യായം 6. സോളമൻ പറഞ്ഞു, താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരാലയം പണിതിരിക്കുന്നു. ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു. രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല. എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല. എന്നാലിതാ എൻ്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറൂസലം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു, എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ, നല്ലത് തന്നെ. എന്നാൽ നീ ആലയം പണിയുകയില്ല. നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എൻ്റെ നാമത്തിന് ആലയം പണിയുക. കർത്താവ് തൻ്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സോളമൻ ഇസ്രായേൽ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു. അതിൻ്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായി വേറൊരു ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് അധരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, നീ എൻ്റെ മുമ്പാകെ ജീവിച്ചതുപോലെ എൻ്റെ നിയമമനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്കാളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എൻ്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അവിടുത്തെ ദാസനായ ദാവീദിനോട് അരുളി ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാധിസ്വർഗങ്ങളും അവിടുത്തേക്ക് മതിയാവുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തെങ്കിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന് മുമ്പിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ. കുറ്റക്കാരന് അവൻ്റെ പ്രവൃത്തിക്കൊത്തും നീതിമാന് അവൻ്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ. അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ
അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ. അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ. അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ. ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി, വിഷമഞ്ഞ്, വെട്ടുക്കിളി, കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റ് പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തെങ്കിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ. അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേല്യരിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങയെ തേടി വിദൂരത്ത് നിന്ന് ഈ ആലയത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവൻ്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ. അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ. ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ. അങ്ങയുടെ ജനം അങ്ങയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനല്ലല്ലോ. അവിടുന്ന് കോപിച്ച് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ആ പ്രവാസദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി, അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുതപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തെങ്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ. രണ്ട് ദിനവൃത്താന്തം അധ്യായം 7. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ
പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു. സോളമൻ രാജാവ് 20,000 കാളകളെയും 1,20,000 ആടുകളെയും ബലിയർപ്പിച്ചു. അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി. പുരോഹിതന്മാർ താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു കർത്താവിന് സ്തുതി പാടുവാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവ്യർ അവർക്ക് അഭിമുഖമായി നിന്നു. ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ കർത്താവിൻ്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു. അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂതി. ജനം എഴുന്നേറ്റ് നിന്നു. സോളമൻ ദേവാലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു. കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നില്ല. സോളമൻ 7 ദിവസം ഉത്സവമായി ആചരിച്ചു. ഹാമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇസ്രായേലരുടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു. ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം 7 ദിവസം നീണ്ടു. 8-ാം ദിവസം സമാപന സമ്മേളനം നടത്തി. 7-ാം മാസം 23-ാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു. ദാവീദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി. സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു. ദേവാലയത്തിലും തന്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കുവാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേലുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീയും എൻ്റെ കൽപ്പനകൾ ആചരിച്ച് എൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എൻ്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും. നിന്റെ പിതാവായ ദാവീദുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയില്ല. എന്നാൽ നീ മറുതലിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്ത് നിന്ന് നിന്നെ പിഴുതെറിയും. എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിച്ച ഈ ആലയവും നീക്കിക്കളയും. സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവുമാക്കി തീർക്കും. വഴിപോക്കർ മഹത്തായ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അത്ഭുതപ്പെടും. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയെന്ന് അവർ പറയും. 2 ദിനവൃത്താന്തം അധ്യായം 8. ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് 20 വർഷത്തോളം വേണ്ടിവന്നു. പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കി പണിത്
ഇസ്രായേല്യരെ അവിടെ വസിപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹമാത്ത് സോബ പിടിച്ചടക്കി. മരുഭൂമിയിൽ തത്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണികഴിപ്പിച്ചു. കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തര ദക്ഷിണ ബെത്ത് ഹോറോൺ നഗരങ്ങൾ, ബാലാത്ത്, സോളമനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കും കുതിരച്ചേവകർക്കുമുള്ള നഗരങ്ങൾ, ഇങ്ങനെ ജെറുസലമിലും ലബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. ഇസ്രായേല്യരല്ലാത്ത ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. എന്നാൽ ഇസ്രായേല്യരെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു. സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായി ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ 250 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ്. ആകയാൽ ഫറവോയുടെ മകളായ എൻ്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ദേവാലയ പൂമുഖത്തിൻ്റെ മുമ്പിൽ താൻ പണിയിച്ച കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്ത്, അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, വാരോത്സവം, കൂടാരത്തിരുനാൾ എന്നീ 3 വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധിയനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബലികൾ അർപ്പിച്ചു. തൻ്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചു. കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചു. ദൈവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിൻ്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പന ധിക്കരിച്ചില്ല. ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതു മുതൽ പൂർത്തീകരിക്കുന്നതുവരെയുള്ള സകല പണികളും സമാപിച്ചു. അങ്ങനെ ദേവാലയം പൂർത്തിയായി. പിന്നീട് സോളമൻ ഏദോം ദേശത്തെ എസ്യോൻ ഗേബർ, ഏലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി. ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചു കൊടുത്തു, ഒപ്പം പരിചയസമ്പന്നരായ നാവികരെയും. അവർ സോളമന്റെ ഭൃത്യന്മാരോടുകൂടെ ഓഫീറിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്ത് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു. രണ്ട് ദിനവൃത്താന്തം അധ്യായം 9. ഷേബാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്ക് ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലമിലേക്ക് വന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഏറെ സ്വർണം, രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത്. സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവൻ അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവൻ്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബാരാജ്ഞി സ്തബ്ധയായി. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ്. ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാനവ വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ. സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ. തൻ്റെ സിംഹാസനത്തിൽ
അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസ്സായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ അങ്ങയെ അവരുടെ രാജാവാക്കിയിരിക്കുന്നത്. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു. ഷേബാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. സോളമന്റെയും ഹീരാമിന്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുൻപ് യൂദാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല. പ്രതിസമ്മാനത്തിന് പുറമെ ഷേബാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു. അവൾ പരിവാരസമേതം സ്വദേശത്തേക്ക് മടങ്ങി. വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിന് പുറമെ സോളമന് പ്രതിവർഷം 660 താലന്ത് സ്വർണം ലഭിച്ചിരുന്നു. ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ 200 വലിയ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷക്കൽ സ്വർണം വേണ്ടിവന്നു. 300 ഷക്കൽ വീതം തൂക്കമുള്ള 300 ചെറിയ പരിചകളും അവൻ സ്വർണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ചു. രാജാവ് ഇവയെല്ലാം ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ടൊരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പടികളും സ്വർണനിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു. ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി 2 സിംഹപ്രതിമകളും തീർത്തിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഇത്തരമൊരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമിൻ്റെ ഭൃത്യന്മാരുമായി താർഷീഷിലേക്ക് പോകും. 3 വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ ഇവയുമായി മടങ്ങി വരും. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെ എല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പിടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യം, കുതിര, കോവർക്കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു. കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരച്ചേവകരുമുണ്ടായിരുന്നു. രാജാവിൻ്റെ അടുത്ത് ജെറുസലമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി. യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്ത്യദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ. ജെറുസലമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി. ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു. സോളമന്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനായ ജെറോബോവാമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറുസലമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും അധിപനായി വാണു. അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ റഹോബോവാം ഭരണമേറ്റു. രണ്ട് ദിനവൃത്താന്തം അധ്യായം 10. റഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കെമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു.
അവൻ സോളമൻ്റെ അടുത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുകവും കഠിനവേലയും ലഘൂകരിച്ചു തരിക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ, റഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോട് ഒത്തുവളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോട് ഒത്തുവളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. അങ്ങ് അത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ട് അടിക്കും. 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയാ മുഖേന ദൈവമായ കർത്താവ് അരുളിച്ചത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്കെന്ത് ബന്ധം? ജെസയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേല്യർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യരെ ഭരിച്ചു. പിന്നീട് റഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേല്യരുടെ അടുക്കിലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. റഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറുസലമിലേക്ക് പോയി. ഇസ്രായേല്യർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. Chapter 6. Then Solomon said, The Lord intends to dwell in the dark cloud. I have truly built you a princely house and dwelling where you may abide forever. Turning about, the king greeted the whole community of Israel as they stood. He said, Blessed be the Lord, the God of Israel, who with his own mouth made a promise to my father David, and by his own hands brought it to fulfillment. He said, Since the day I brought my people out of the land of Egypt, I have not chosen any city from among all the tribes of Israel for the building of a temple to my honor, nor have I chosen any man to be commander of my people Israel. But now I choose Jerusalem, where I shall be honored, and I choose David to rule my people Israel. My father David wished to build a temple to the honor of the Lord, the God of Israel, but the Lord said to him, In wishing to build a temple to my honor, you do well. However, you shall not build the temple. Rather, your son, whom you will beget, shall build the temple to my honor. Now the Lord has fulfilled the promise that he made. I have succeeded my father David, and have taken my seat on the throne of Israel, as the Lord foretold, and I have built the temple to the honor of the Lord, the God of Israel. And I have placed there the ark, in which abides the covenant of the Lord which he made with the Israelites. Solomon then took his place before the altar of the Lord in the presence of the whole community of Israel, and stretched forth his hands.
He had made a bronze platform 5 cubits long, 5 cubits wide, and 3 cubits high, which he had placed in the middle of the courtyard. Having ascended it, Solomon knelt in the presence of the whole of Israel, and stretched forth his hands toward heaven. Thus he prayed, Lord, God of Israel, there is no God like you in heaven or on earth. You keep your covenant and show kindness to your servants who are wholeheartedly faithful to you. You have kept the promise you made to my father David, your servant. With your own mouth you spoke it, and by your own hand you have brought it to fulfillment this day. Now therefore, Lord God of Israel, keep the further promise you made to my father David, your servant, when you said, You shall always have someone from your line to sit before me on the throne of Israel, provided only that your descendants look to their conduct so as always to live according to my law, even as you have lived in my presence. Now, Lord God of Israel, may this promise which you made to your servant David be confirmed. Can it indeed be that God dwells with mankind on earth? If the heavens and the highest heavens cannot contain you, how much less this temple which I have built? Look kindly on the prayer and petition of your servant, O Lord my God, and listen to the cry of supplication your servant makes before you. May your eyes watch day and night over this temple, the place where you have decreed you shall be honored. May you heed the prayer which I your servant offered toward this place. Listen to the petitions of your servant and of your people Israel, which they direct toward this place. Listen from your heavenly dwelling, and when you have heard, pardon. When any man sins against his neighbor and is required to take an oath of execration against himself, and when he comes for the oath before your altar in this temple, listen from heaven, take action, and pass judgment on your servants, requiting the wicked man and holding him responsible for his conduct, but absolving the innocent and rewarding him according to his virtue. When your people Israel have sinned against you and are defeated by the enemy, but afterward they return and praise your name, and they pray to you and entreat you in this temple, listen from heaven, and forgive the sin of your people Israel, and bring them back to the land which you gave them and their fathers. When the sky is closed so that there is no rain, because they have sinned against you, but then they pray toward this place and praise your name, and they withdraw from sin because you afflict them, listen in heaven, and forgive the sin of your servants and of your people Israel, but teach them the right way to live, and send rain upon your land which you gave your people as their heritage. When there is famine in the land, when there is pestilence or blight or mildew or locusts or caterpillars, when their enemies besiege them at any of their gates, whenever there is a plague or sickness of any kind, when any Israelite of all your people offers a prayer or petition of any kind, and in awareness of his affliction and pain stretches out his hands toward this temple, listen from your heavenly dwelling place, and forgive, knowing his heart, render to everyone according to his conduct, for you alone know the hearts of men. So may they fear you and walk in your ways as long as they live on the land you gave our fathers. For the foreigner too, who is not of your people Israel, when he comes from a distant land to honor your great name, your mighty power, and your outstretched arm, when they come in prayer to this temple, listen from your heavenly dwelling place, and do whatever the foreigner entreats you, that all the peoples of the earth may know your name, fearing you as do your people Israel, and knowing that this house which I have built is dedicated to your honor. When your people go forth to war against their enemies, wherever you send them, and pray to you in the direction of this city and of the house I have built to your honor, listen from heaven to their prayer and petition, and defend their cause. When they sin against you, for there is no man who does not sin, and in your anger against them you deliver them to the enemy, so that their captors deport them to another land, far or near, when they repent in the land where they are captive, and are converted, when they entreat you in the land of their captivity, and say, We have sinned and done wrong, we have been wicked, and with their whole heart and with their whole soul they turn back to you in the land of those who hold them captive,
when they pray in the direction of their land which you gave their fathers, and of the city you have chosen, and of the house which I have built to your honor, listen from your heavenly dwelling place, hear their prayer and petitions, and uphold their cause. Forgive your people who have sinned against you. My God, may your eyes be open, and your ears attentive to the prayer of this place. And now, advance, Lord God, to your resting place, you and the ark of your majesty. May your priests, Lord God, be clothed with salvation. May your faithful ones rejoice in good things. Lord God, reject not the plea of your anointed. Remember the devotion of David, your servant. Chapter 7. When Solomon had ended his prayer, fire came down from heaven and consumed the holocaust and the sacrifices, and the glory of the Lord filled the house. But the priests could not enter the house of the Lord, for the glory of the Lord had filled the house of the Lord. All the Israelites looked on while the fire came down, and the glory of the Lord was upon the house, and they fell down upon the pavement with their faces to the earth, and adored, praising the Lord, for he is good, for his mercy endures forever. The king and all the people were offering sacrifices before the Lord. King Solomon offered as sacrifice 22,000 oxen and 120,000 sheep. Thus the king and all the people dedicated the house of God. The priests were standing at their stations, as were the Levites, with the musical instruments of the Lord, which King David had made for praising the Lord, for his mercy endures forever, when David used them to accompany the hymns. Across from them the priests blew the trumpets, and all Israel stood. Then Solomon consecrated the middle part of the court which lay before the house of the Lord. There he offered the holocausts and the fat of the peace offerings, since the bronze altar which Solomon had made could not hold the holocausts, the cereal offerings, and the fat. On this occasion Solomon, and with him all Israel, who had assembled in very large numbers from Lebo of Hamath to the Wadi of Egypt, celebrated the festival for 7 days. On the 8th day they held a special meeting, for they had celebrated the dedication of the altar for 7 days, and the feast for 7 days. On the 23rd day of the 7th month he sent the people back to their tents, rejoicing and glad at heart at the good things the Lord had done for David, for Solomon, and for his people Israel. Solomon completed the house of the Lord and the royal palace. He successfully accomplished everything he had planned to do in regard to the house of the Lord and his own house. The Lord appeared to Solomon during the night and said to him, I have heard your prayer, and I have chosen this place for my house of sacrifice. If I close heaven so that there is no rain, if I command the locusts to devour the land, if I send pestilence among my people, and if my people upon whom my name has been pronounced humble themselves and pray, and seek my presence, and turn from their evil ways, I will hear them from heaven, and pardon their sins, and revive their land. Now my eyes shall be open, and my ears attentive to the prayer of this place. And now I have chosen and consecrated this house, that my name may be there forever. My eyes and my heart also shall be there always. As for you, if you live in my presence as your father David did, doing all that I have commanded you, and keeping my statutes and ordinances, I will establish your royal throne as I covenanted with your father David when I said, There shall never be lacking someone of yours as ruler in Israel. But if you turn away and forsake my statutes and commands which I placed before you, if you proceed to venerate and worship strange gods, then I will uproot the people from the land I gave them. I will cast from my sight this house which I have consecrated to my honor, and I will make it a proverb and a byword among all peoples. This temple which is so exalted, everyone passing by it will be amazed and ask, Why has the Lord done this to this land and to this house? And men will answer, They forsook the Lord, the God of their fathers, who brought them out of the land of Egypt, and they adopted strange gods and worshipped them and served them. That is why he has brought down upon them all this evil.
Chapter 8. After the 20 years during which Solomon built the house of the Lord and his own house, he built up the cities which Huram had given him, and settled Israelites there. Then Solomon went to Hamath of Zobah and conquered it. He built Tadmor in the desert region, and all the supply cities which he built in Hamath. He built Upper Beth-horon and Lower Beth-horon, fortified cities with walls, gates, and bars, also Baalath, all the supply cities belonging to Solomon, and all the cities for the chariots, the cities for the horsemen, and whatever else Solomon decided should be built in Jerusalem, in the Lebanon, and in the entire land under his dominion. All the people that remained of the Hittites, Amorites, Perizzites, Hivites, and Jebusites, who were not of Israel, that is, their descendants remaining in the land, whom the Israelites had not destroyed, Solomon subjected to forced labor, as they continue to this day. But Solomon did not enslave the Israelites for his works. They became soldiers, commanders of his warriors, and commanders of his chariots and his horsemen. They were also King Solomon's 250 overseers, who had charge of the people. Solomon brought the daughter of Pharaoh up from the city of David to the palace which he had built for her, for he said, "No wife of mine shall dwell in the house of David, king of Israel, for the places where the ark of the Lord has come are holy." In those times Solomon offered holocausts to the Lord upon the altar of the Lord which he had built in front of the porch, as was required day by day, according to the command of Moses, and in particular on the Sabbaths, at the new moons, and on the fixed festivals 3 times a year, on the feast of the unleavened bread, the feast of weeks, and the feast of booths. And according to the ordinance of his father David he appointed the various classes of the priests for their service, and the Levites according to their functions of praise and ministry alongside the priests, as the daily duty required. The gatekeepers of the various classes stood guard at each gate, since such was the command of David the man of God. There was no deviation from the king's command in any respect relating to the priests and Levites or the treasuries. All of Solomon's work was carried out successfully from the day the foundation of the house of the Lord was laid until the house of the Lord had been completed in every detail. In those times Solomon went to Ezion-Geber and to Elath on the seashore of the land of Edom. Huram, through his servants, sent him ships and crewmen acquainted with the sea, who accompanied Solomon's servants to Ophir, and brought back from there 450 talents of gold to King Solomon. Chapter 9. When the queen of Sheba heard of Solomon's fame, she came to Jerusalem to test him with subtle questions, accompanied by a very numerous retinue, and by camels bearing spices, much gold, and precious stones. She came to Solomon and questioned him on every subject in which she was interested. Solomon explained to her everything she asked about, and there remained nothing hidden from Solomon that he could not explain to her. When the queen of Sheba witnessed Solomon's wisdom, the palace he had built, the food at his table, the seating of his ministers, the attendance of his servants and their dress, his cupbearers and their dress, and the holocausts he offered in the house of the Lord, it took her breath away. "The account I heard in my country about your deeds and your wisdom is true," she told the king. "Yet I did not believe the report until I came and saw with my own eyes. I have discovered that they did not tell me the half of your great wisdom. You have surpassed the stories I heard. Happy are your men, happy the servants of yours who stand before you always and listen to your wisdom. Blessed be the Lord your God, who has been so pleased with you as to place you on his throne as king for the Lord your God. Because your God has so loved Israel as to will to make it last forever, he has appointed you over them as king to administer right and justice." Then she gave the king 120 gold talents and a very large quantity of spices, as well as precious stones. There was no other spice like that which the queen of Sheba gave to King Solomon. The servants of Huram and of Solomon, who brought gold from Ophir, also brought cabinet wood and precious stones. With the cabinet wood the king made stairs for the temple of the Lord and the palace of the king, also lyres and harps for the chanters.
The like of these had not been seen before in the land of Judah. King Solomon gave the queen of Sheba everything she desired and asked him for, more than she had brought to the king. Then she returned to her own country with her servants. The gold that Solomon received each year weighed 666 gold talents, in addition to what was collected from travelers and what the merchants brought. All the kings of Arabia also and the governors of the country brought gold and silver to Solomon. Moreover, King Solomon made 200 large shields of beaten gold, 600 shekels of beaten gold going into each shield, and 300 bucklers of beaten gold, 300 shekels of gold going into each buckler. These the king put in the hall of the forest of Lebanon. King Solomon also made a large ivory throne, which he overlaid with fine gold. The throne had 6 steps, a footstool of gold was fastened to it, and there was an arm on each side of the seat, with 2 lions standing beside the arms. 12 other lions also stood there, one on either side of each step. Nothing like this had ever been produced in any other kingdom. Furthermore, all of King Solomon's drinking vessels were of gold, and all the utensils in the hall of the forest of Lebanon were of pure gold. Silver was not considered of value in Solomon's time. For the king had ships that went to Tarshish with the servants of Huram. Once every 3 years the fleet of Tarshish would return with a cargo of gold and silver, ivory, apes, and monkeys. Thus King Solomon surpassed all the other kings of the earth in riches as well as in wisdom. All the kings of the earth sought audience with Solomon to hear from him the wisdom which God had put in his heart. Year in and year out each one would bring his tribute, silver and gold articles, garments, weapons, spices, horses, and mules. Solomon also had 4,000 stalls of horses, chariots, and 12,000 horsemen, which he assigned to the chariot cities and to the king in Jerusalem. He was ruler over all the kings from the river to the land of the Philistines and down to the border of Egypt. The king made silver as common in Jerusalem as stones, while cedars became as numerous as the sycamores of the foothills. Horses were imported for Solomon from Egypt and from all the lands. The rest of the acts of Solomon, first and last, are written, as is well known, in the acts of Nathan the prophet, in the prophecy of Ahijah the Shilonite, and in the visions of Iddo the seer, which concerned Jeroboam son of Nebat. Solomon reigned in Jerusalem over all Israel for 40 years. He rested with his ancestors. He was buried in his father's city of David, and his son Rehoboam succeeded him as king. Chapter 10. Rehoboam went to Shechem, for all Israel had come to Shechem to proclaim him king. When Jeroboam son of Nebat heard of this in Egypt, where he had fled from King Solomon, he returned from Egypt. Jeroboam was summoned to the assembly, and he and all Israel said to Rehoboam, "Your father laid a heavy yoke upon us. If you now lighten the harsh service and the heavy yoke that your father imposed on us, we will serve you." "In 3 days," he answered them, "come back to me." When the people had departed, King Rehoboam consulted the elders who had been in the service of his father during Solomon's lifetime, asking, "What answer do you advise me to give this people?" They replied, "If you will deal kindly with this people and give in to them, acceding to their request, they will be your servants forever." But he ignored the advice the elders had given him, and consulted the young men who had grown up with him and were in his service. He said to them, "What answer do you advise me to give this people, who have asked me to lighten the yoke my father imposed on them?" The young men who had grown up with him replied, "This is the answer you should give to this people who have said to you, 'Your father laid a heavy yoke upon us, but do you lighten our yoke?' This you should say to them, 'My little finger is thicker than my father's body. Whereas my father put a heavy yoke on you, I will make it heavier. My father beat you with whips, but I will beat you with scorpions.'" On the 3rd day Jeroboam and all the people came back to King Rehoboam, as he had instructed them to do. Ignoring the advice the elders had given him, the king gave them a harsh answer, speaking to them according to the advice of the young men.
My father laid a heavy yoke on you, but I will make it heavier. My father beat you with whips, but I will beat you with scorpions. The king would not listen to the people, for this turn of events was divinely ordained to fulfill the prophecy the Lord had uttered to Jeroboam the son of Nebat through Ahijah the Shilonite. When all Israel saw that the king would not listen to them, the people answered the king, What share have we in David? We have no heritage in the son of Jesse. Every one to your tents, O Israel. Now look to your own house, David. So all Israel went off to their tents. Rehoboam therefore reigned over only those Israelites who lived in the cities of Judah. King Rehoboam then sent out Hadoram, who was superintendent of the forced labor, but the Israelites stoned him to death. Rehoboam himself managed to mount his chariot and flee to Jerusalem. Thus Israel has been in rebellion against David's house to this day.